ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളൊരു കുതിരനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ തമിഴിലൊക്കെ കണ്ട മാതിരി കുതിരനെ വാങ്ങി. അപ്പോൾ ഇവിടുന്ന് വാങ്ങി, എന്ത് വാങ്ങി, ആരുടെ കുതിര എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ആള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങുന്നതിൻ്റെ ഉപരി നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമ്മളെ കൂടെ പാസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഓൻ്റെ അടുത്താണ്, ഓൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഓൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാനാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുതിരനൊക്കെ നമുക്ക് എന്തായാലും വാങ്ങാം. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞാണെങ്കിലും ഓൻ്റെ അടുത്ത് 2 കുതിര ഉണ്ടായിന്, ഇപ്പോൾ ഒരു കുതിര ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓന് വീഡിയോസ് ഇടുന്ന ആളാണ്. ഓൻ്റെ കുറച്ച് മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കേൾക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൻ്റെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കുതിര. കുതിരന്റെ അടുത്ത് നമ്മളിവിടെ എത്തി. അപ്പൊ ഇനി നമ്മള് ഇതിന്റെ ഓണറും കാര്യങ്ങളും ഇതിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നെ ഇഷ്ടപ്പെട്ടില്ല ഒന്ന്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, ഇതിന്റെ ഓണർ. ഇതിന്റെ ഓണറും നമ്മളെ സ്നേഹിതനും ഒക്കെ പാടാണ്. കൊറേ കാലം നമ്മളിങ്ങോട്ട് കൊറേ കാലമായി നമ്മളിങ്ങോട്ട് വരണ ഇതിന്. പിന്നെ ഓനൊരു ചാനലുണ്ട്, അപ്പൊ അതിൽ നമ്മളൊക്കെ വീഡിയോ കാണും. എന്നാലും ഓന്റെ കാര്യങ്ങള് ഓൻ അതിൽ പറയില്ല. ഓൻ വേറുള്ളവരാ പറയുള്ളൂ. ഓൻ പുറത്ത് പോയിക്കാണ്ട് കൂടുതലായിട്ട് എടുക്കണം. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ എടുക്കണം കേട്ടോ. എന്നാലും ഇവന് കൊറേ അംഗീകാരം കിട്ടിയില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മള് മത്സരങ്ങൾ പങ്കെടുക്കും. നമ്മള് കുതിരന്റെ ഓട്ട മത്സരങ്ങൾ വരും. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണ വന്ന്, അതിന്റെ മുമ്പ് വയനാട് വന്ന്, അതിന്റെ മുമ്പ് നമ്മളെ മലപ്പുറം ജില്ലയിലൂടെ കാടപ്പടി വന്നിന്, എയർപോർട്ടിന്റെ കൊണ്ടോട്ടിന്റെ ഒക്കെ ഭാഗത്ത്. അങ്ങനെ വലിയ നമ്മള് സൗത്ത് ഇന്ത്യ മത്സരങ്ങൾ നമ്മളവിടെ ഇപ്പൊ നടക്കലുണ്ട്, കുതിരോട്ട മത്സരങ്ങളൊക്കെ. ഇതിപ്പോ തുടക്കത്തിലല്ല, ഇതിപ്പോ എന്റെ കയ്യിൽ വന്നിപ്പോ ഈ കുതിര ഇപ്പൊ ഏകദേശം ഇപ്പൊ 1, 2, 3 ഒരു 5ാമത്തെ 6ാമത്തെ കുതിരക്കാരൻ പോകാൻ ചിലപ്പോ 6ാമത്തെ കുതിര ഏറ്റവും ഉണ്ട്. ഫസ്റ്റ് കൊറേ ആൾക്കാർ എന്നെ കളിയാക്കിയല്ലോ അതൊക്കെ അല്ലേ. ഇറങ്ങുന്ന സമയത്തൊക്കെ കൊറേ ആൾക്കാരെ കളിയാക്കിയാൽ. പക്ഷെ അന്നേ നമ്മളിങ്ങനെ പറയണ്ടേ, എനിക്ക് അതിന്റെ ഇതും കിട്ടിയ ഓരോരുത്തർക്ക് ഓരോരോ പിരാന്ത് ഉണ്ടാവല്ലോ. ഓരോ കഴിവും കാര്യങ്ങളും ഇതൊക്കെയാണ് ഒരു പിരാന്താണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു പിരാന്താണ്, വേറെ പിരാന്തുകളൊന്നുമില്ല. ചിലർക്ക് വണ്ടി പിരാന്തകാരം, കാളപ്പൂട്ട് പിരാന്ത്, രസണ്ടല്ലേ. നമുക്ക് യൂട്യൂബ് പിരാന്ത്. അതേമാതിരി തന്നെ. അപ്പൊ ഇവനിപ്പോ എന്തെങ്കിലും നേടിയോ മത്സരത്തിൽ പോയിട്ട്? ഇവനിപ്പോ 3 ട്രോഫി നേടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു 4ഓളം മത്സരത്തിൽ പങ്കെടുത്ത്. ഇതിനു മുമ്പ് ഞാൻ ആദ്യം പങ്കെടുത്ത് നമ്മൾ കാടപ്പടി ഒരു വലിയ കുതിരോട്ട മത്സരം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 73ഓളം കുതിരകളുണ്ട് അന്നാ മത്സരം. പിന്നെ കേരള അങ്ങനത്തെ അല്ല, സൗത്ത് ഇന്ത്യ ആണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് കുതിര ഉണ്ടായിന്. അന്ന് എന്റെ കയ്യിലൊരു കുതിരേന്. അന്ന് അത് കുതിരപ്പില്ല. അന്ന് പ്രൈസ് അടിച്ചിട്ടുണ്ട്, സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അന്ന്. അത്രത്തോളം കുതിരകളുടെ കൂട്ടത്തില്. അതേമാതിരി ഇവനിപ്പോ ഒരു നിലമ്പൂര് മത്സരം നടന്നു, അതില് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. വയനാട് മത്സരത്തില് ട്രോഫി അടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മളെ പെരിന്തൽമണ്ണയിലും ട്രോഫി അടിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഓടിച്ച നമ്മൾ തന്നെയാണ്. ആർക്കും വളർത്താ, ആർക്കും നോക്കാം. മെയിൻ്റെനൻസ് പറഞ്ഞാല് അതായത് ഇതിനോടൊരു ഗ്രേസ് ആണ്. നമ്മൾ ചില സംഗതികൾ ഒരു ഗ്രേസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ ചെലവും കാര്യങ്ങളും നോക്കൂലല്ലോ. അതാണ് യഥാർത്ഥ സംഭവം. ഇതിനോട് താല്പര്യം വേണം. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഇതൊരു ഭ്രാന്തായിട്ട്, ചിലവരുടെ കാഴ്ചപ്പാട് ഭ്രാന്താണ്, നമ്മളെ കാഴ്ചപ്പാട് ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയായിട്ട് അങ്ങനെ കാണാന്നാണ്. ഇതിപ്പോ കുറെ ഇനത്തില് വേറെ അങ്ങനെ ഇന്ത്യയിൽ കുറെ ഇനങ്ങളുണ്ട്. അതായത് കത്തിയവാരി, മാർവാരി, സിന്ധി, ഇങ്ങനെ കുറച്ച് ഇനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വലിയ കുതിര. ഈ സിന്ധിയും കത്തിയവാരി മാർവാരി ഒക്കെ ഏകദേശം ഹൈറ്റ് വരുന്ന കുതിരകളാണ്. പിന്നെ നമ്മളൊരു നാട്ടുകുതിര പോണി അറിയാണ്ടൊക്കെ അതൊക്കെ പിന്നെ ചെറിയ ചെറിയ കുതിരകളാണ്. ഇത് പക്കായിട്ട് മാർവാരിയായിട്ട് വരും. ഈ മാർവാരിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ ഒന്നുമല്ല, ബോഡി ഷേപ്പിംഗ് ആണ് ആദ്യം നോക്കുക. അപ്പൊ ഇവിടെ ഇങ്ങോട്ടോ. പിന്നെ നമ്മളൊരു ഒറ്റയടിക്ക് നോക്കുന്നത് സംഭവം എന്താ വെച്ചാൽ, എല്ലാവരും ഇപ്പൊ കൂടുതൽ അറിയാത്ത പോലെ ഈ ചെവിയാ നോക്കുക. ഈ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് കേട്ടോ, ഈ ചെവി തണ്ടങ്ങളൊക്കെ ഇതിങ്ങനെ ഒരു ലവ് ആയിട്ട് വരും. ഇത് ഇങ്ങനെ ആയിട്ട് വരും. ഇവന്റെ അങ്ങനെ വരും. ഇത് മുട്ട വെച്ചാണ്ട് പക്കായിട്ട് പ്യൂറായിട്ട് മാറുവാരി കുതിര ആണെന്നില്ല. ഈ ബോഡി സ്ട്രക്ചർ ഇതൊക്കെ നോക്കും. പക്ഷെ അത് ആ ലവ് ചിഹ്നമായിട്ട് വരുന്നത് ഏകദേശമൊക്കെ ഒരു മാറുവാരിന്റെ ഇതിലായിട്ട് വരും. അതായത് ഇപ്പൊ പൊതുവെ എല്ലാവർക്കും കുതിര വളർത്താൻ ഭയങ്കര ഇൻട്രസ്റ്റാ. എങ്ങനെ ഇൻട്രസ്റ്റ്? ഈ ഓടിക്കണ കാണുമ്പോ കുതിര നമ്മൾ റോട്ടിൽ കൂടി അതിലും ഇതിലൊക്കെ ഓടിക്കും. യഥാർത്ഥ റോട്ട് അല്ലെ അത് വാങ്ങണം. അതൊരു പൊതുവെ ഉള്ള ഇതുമാതിരി കുതിരന്റെ ഇതിൽ പൊതുവെ ആളുകൾ ഭയങ്കര കേസ്. കാരണം നമ്മൾ ഈ ഓടിക്കണ കാണുള്ളൂ. പക്ഷെ കുതിര എന്താ വെച്ചാൽ റോട്ടിൽ കൂടെ അങ്ങനെ ഓടിക്കാൻ പാടില്ല. അപ്പൊ റോട്ടിൽ കൂടെ കൊണ്ടൊക്കെ പോവാ. ഓവറായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഊഫിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്താ വെച്ചാല്
ഇവരെ വളർത്താന് നമുക്ക് ഒന്നാമത് സാമ്പത്തികമാണ്. പിന്നെ ഏകദേശം 1 മണിക്കൂറൊക്കെ ഇവരൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. എന്നാലാണ് നമുക്ക് ആ പ്യൂറിലെ കുതിരനെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഇവരെന്താ വെച്ചാൽ ഏകദേശം ഒരു 16 റുപ്യ നമ്മൾ മാസം കാണണം. ആ ഒരു കുതിരക്കായിട്ട് കാണണം. എന്നാലും അതിന്റെ ഒരു ക്വാളിറ്റിയിലും ഇതിലെ കുതിര വരുള്ളൂ. അത് ഭക്ഷണത്തിനായിട്ട് ഭക്ഷണത്തിനായിട്ട് കാണണം. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് പുല്ലും കൊടുത്ത് കുതിരനെ വളർത്താൻ പറ്റൂല എന്നൊക്കെ ചോദിക്കും. ശരിയാണ്, പുല്ലും കൊടുത്ത് വളർത്താം. പക്ഷെ കുതിരന്റെ ഒരു ക്വാളിറ്റിയിൽ കാരണല്ലോ. കുതിര എന്ന് പറഞ്ഞ റോയൽ അനിമലായിട്ട് നമ്മൾ കാണാം. അതായത് റൈഡിങ്ങിന് ഇതിനായിട്ട് യൂസ് ചെയ്യണുള്ളൂ. നമ്മൾ ഇറച്ചിക്ക് ഇതിന് യൂസ് ചെയ്യണമല്ല. അപ്പൊ എപ്പോഴും കുതിര ആരോഗ്യപരമായിട്ട് നിൽക്കണം. ആ ലെവലൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ സാമ്പത്തിക ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ കുതിര വളർത്താനുള്ള രസമാണ്. കുറച്ചൊരു ഒഴിവും അതിനോട് ഗ്രേസും കൂടി വേണം. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാല് അടുക്കും. മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെ ഓടിച്ചാന്. അപ്പൊ ഈ റോഡിലല്ലാതെ പിന്നെ അതിനായിട്ട് സ്ഥലം നോക്കി ഏറ്റവും ബെറ്റർ നമുക്ക് ഒഴിഞ്ഞ ഏരിയകളാണ് കുതിരനെ ഓടിക്കാൻ. മണ്ണുള്ള സ്ഥലം. മണ്ണുള്ള സ്ഥലം അതാണ് ഏറ്റവും നല്ലത്. റോഡ് എന്നൊക്കെ പറയുമ്പോൾ കൊണ്ടെടുക്കാനാണ്. ഇപ്പൊ നമ്മള് കുതിരനെ കൊണ്ടെടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും റോഡ്. പക്ഷെ റോഡ് കാണുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുതിരനെ ഓടിക്കൂല. അത് സ്ഥിരമായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഓടിക്കില്ല എന്നല്ല നമ്മള് പറയില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സ്ഥിരമായിട്ട് ഓടിച്ചു കഴിഞ്ഞാലൊക്കെ ഊഫൊക്കെ ഭയങ്കര ഹാർഡായിട്ട് വരുമ്പോ ഈ ഹാർഡ് പ്രപ്പോസൽ ഇത് അടിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ഇരുമ്പുണ്ട്, ലാഡ് എന്ന് പറഞ്ഞു. അതും കൂടി റോഡ് അടിക്കുമ്പോൾ ഇവർക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. ലാഡം ഏകദേശം 1 മാസം കഴിഞ്ഞ ശേഷം അടിച്ചു തുടങ്ങും. ഏകദേശം ഒരു 40-45 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ബെന്റ് അടിക്കും. മാറ്റി കൊടുക്കും. അതിനനുസരിച്ച് ഊഫ് വലുതാവും. വലുതാവും. അപ്പൊ നമുക്ക് അപ്പൊ ഇത് മനസ്സിലാവും. നമ്മളെ കരുതണ തേഞ്ഞു പോകുന്ന യൂസ് ചെയ്താൽ തേഞ്ഞു പോകും. യൂസ് ചെയ്തെങ്കിലും ആ ഊഫ് വലുതാവും. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ചെത്തിയിട്ട് വീണ്ടും അടിക്കണം. അതിന് ഏകദേശം ഇപ്പൊ നമ്മളിപ്പോ ഈ നാട്ടിൽ വരുന്ന ഏകദേശം 2500 റുപ്യ വരും ഒരു ലാടം ഈ ഒരു കുതിരക്ക് അടിക്കാൻ. 4 ലാടം. അത് ഏകദേശം ഒരു മാസത്തിൽ നമ്മളിങ്ങനെ കണക്കൂട്ടിയാൽ മതി. ഒരു 35 ദിവസത്തിന് ശേഷം നമ്മൾ എപ്പോഴും അടിക്കണ്ടേ നമ്മൾ ഇവന്. 40-45 ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ഇവനെ അടിക്കും. അതിന്റെ ഒരു സിസ്റ്റം യഥാർത്ഥ സിസ്റ്റം കേട്ടോ. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കാണണമെങ്കിൽ ഇവന്റെ ചാനൽ നമ്മളിത് മെൻഷൻ ചെയ്യും. അപ്പൊ അതിൽ പോയാല് കാര്യങ്ങൾ വിശദമായിട്ട് കാണും. കുതിര നമ്മള് ഈ ജീവികളൊക്കെ ഉണ്ടാവും. ഇവിടെ കുതിര മാത്രമല്ല, ഇവിടെ ആദ്യം കുറെ ജീവികളൊക്കെ ഉണ്ട്. ഒക്കെ ഒഴിവാക്കിയതാ. കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുതിര ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഡോഗ് ഉണ്ട്, റോക്കി എന്ന് പറഞ്ഞ ഡോഗ് ഉണ്ട്. ആ ബാക്കിൽ കാണുന്നത് ആള് പ്രശ്നമൊന്നുമില്ല, ട്രെയിനറാണ്. നമ്മൾ പറഞ്ഞ അനുസരിച്ചൊക്കെ തന്നെയാണ്. ഇത് ഒരു ആടിന്റെ കൂടെ ആയിരുന്നു ആദ്യം, ഇപ്പൊ മാറ്റി. പിടിച്ചടാന്ന് പറഞ്ഞാൽ ഓന്റെ പ്രത്യേകത. അത്രയും ട്രെയിനറാണ്. ബാവട്ടിയൊക്കെ നിന്ന് ഇറക്കണം. ബാവട്ടിയൊക്കെ നിന്ന് ഇറക്കണം. ഒരു പ്രശ്നമില്ല. ബാവട്ടി വണ്ടി എടുത്തോ ഞാനോ വരില്ല. നമ്മൾ പറയാതെ മെയിൻ ഡേ അല്ലേ ഇറക്കിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യണില്ല ആള്. കാരണം ഓനങ്ങനെ പറഞ്ഞ കേൾക്കും. ഞാൻ പറഞ്ഞു ഇറക്കല്ല, എനിക്ക് പേടിയാണ്. ഓൻ ഒരു കുഴപ്പമില്ല. ഓൻ ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, വെക്കാൻ പറഞ്ഞാ നിക്കും. ഇതിപ്പോ നമ്മള് ഒരു പുറത്തുനിന്ന് കൊടുന്ന ഏകദേശം വലിയൊരു ഇതിനെ കൊടുന്നതാ. പക്ഷെ ആളിപ്പോ ട്രെയിനറാണ്. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇരിക്കും. കൂട്ടുപോകാൻ പറഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഇപ്പൊ നമ്മൾ ചെയ്യിച്ചപ്പോണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് ഇവിടെ വന്നിരുന്ന്. എത്ര വയസ്സായി ഇപ്പൊ ഓനെ കൊണ്ടുവരുമ്പോ 1.5 വയസ്സെന്നാ പറഞ്ഞത്. ഒരു 2-3 മാസം 3-4 മാസത്തോളം ആയി ഉണ്ടാവും. ഏകദേശം ഒരു 2 വയസ്സിന്റെ അടുത്തേക്ക് ഇപ്പൊ വരുന്നേ. റോട്ട് വീലർ പറഞ്ഞ ഇനത്തോട്ട് ഡോഗ്. അത് പൊതുവെ ആളുകൾ ഭയങ്കര ഒരു അഗ്രഷനുള്ള ഡോഗായിട്ടാണ് കാണാം. ആർക്ക് കണ്ടാലോ ഞമ്മങ്ങനെ കണ്ടപ്പോ അല്ല, പൊതുവെ അങ്ങനെയാണ്. ഈ ചില ഡോഗുകള് കുറച്ച് ഡേഞ്ചർ അഗ്രഷൻ മൈൻഡുള്ള ഡോഗുകൾ ഉണ്ടല്ലോ, കൂട്ടത്തില് വരും. അങ്ങനൊന്നും അല്ല, നമ്മൾ പക്ക ട്രെയിൻ ചെയ്ത് നല്ലൊരു ഡോഗാ. അത് അധികം ആളുകൾക്കും അറിയാത്തൊരു സംഭവങ്ങളാ. കാരണം കൂട്ടിട്ട് വളർത്തും, എന്നിട്ട് ഓല് പറഞ്ഞ മാതിരി ചെയ്യണില്ല അറിയാം. കാരണം നമുക്ക് ട്രെയിനിങ് കൊടുത്താലേ ഡോഗായിട്ട് വരുള്ളൂ. ഇവിടെ എടുത്തോ. ആടില്ല. നമ്മൾ പൊതുവെ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാന്ന് പറയുമ്പോഴേ നമ്മൾ ട്രീറ്റ് കൊടുത്ത് ചെറുതൊക്കെ നമ്മൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കൊടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടോയ്കൾ കൊടുത്തിട്ട് ചെയ്യാം. അതുപോലെ കറക്റ്റ് ഇത് കണ്ടപ്പോ സിറ്റ് കാരണം അവിടെ ഇരുന്ന് പോനിപ്പോ കറക്റ്റ് മെയിൻ്റെ ഇതൊരു മൂടിയാ ഇതിമക്കാണ് അവന്റെ മെയിൻ്റെ വരുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഇവര് കറക്റ്റ് ആയിട്ട് ട്രെയിനഡ് ആവും. അതേപോലെ എന്ത് ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ നോക്കാം. ഒന്നെങ്കിൽ ഫുഡ് കൊടുത്തിട്ടാണെങ്കിൽ ആ മേഖല നമ്മൾ നോക്കും,
അല്ലെങ്കിൽ ഇതേമാതിരി ടോയ് ചിലപ്പോൾ നമ്മൾ ഈ ടോയ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് കാരണം തുടങ്ങുക, അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ. ഇപ്പോൾ ഇതിമക്ക് മാത്രം ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ ഞാൻ ബാ നോ സിറ്റ് സിറ്റ് ഇതുണ്ടോ, ഇത് നമ്മൾ ഇട്ടു നോ ബൈമക്കാണ് നോക്കുന്നത്. കാരണം ഇത് കളിക്കാന്ന് പറഞ്ഞാൽ ഈ ഡോഗുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. ഇത് കടിച്ചു കൊണ്ടുവരിക, അതേമാതിരി നമ്മളെ കയ്യിൽ തരിക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. നോ സ്റ്റേ, ഞാൻ പോരൂല, അവിടെ നിൽക്കും. കാരണം നമ്മൾ സ്റ്റേ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയാലും ഓൻ പോരൂല. ഇതുണ്ടോ നോ സ്റ്റേ സ്റ്റേ നോ നോ നോ. പോൻ നമ്മളവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടുള്ളതാ. ഇനി നമ്മൾ വിളിച്ചാൽ മാത്രമേ പോൻ പോരുള്ളൂ. ബാ റോക്കി ബാ, ഉണ്ടോ നോ സിറ്റ് 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 സ്റ്റേ സ്റ്റോ സ്റ്റേ സ്റ്റേ നോ 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 നോ. ഇടാ പോടാ അങ്ങോട്ട്, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. സിറ്റ് സിറ്റ്. എന്നോടല്ല എൻ്റെ ഒപ്പം പോരുത് പറഞ്ഞേ. സിറ്റ്. ഇപ്പൊ ഇത് ഓൺ മെയിൻ ഫോക്കസ് ഈ ടോയ്മക്ക കേട്ടോ. ഇതിപ്പോ നോക്കി ബാ 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 അടുത്തെടുത്തോ, അടക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, സി 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 ഏയ് ബാ, ഇവിടെ വാ, ഇവിടെ വാ, ബാ ബാ ബാ, ഇങ്ങോട്ട് വാ, ബാ ബാ ബാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാടാ, സി 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 നോ റോക്കി സി. ഓക്കെ കൂട്ടുപോകാൻ പറഞ്ഞാല് വരുവാ. അപ്പൊ ഈ മുതലിനെ നമ്മള് അവിടെ കൊണ്ടുപോവാണ്. ഞങ്ങള് വാങ്ങാണെന്നാ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതൽ പറഞ്ഞാൽ നല്ല ഇവന്റെ ചാനലിലുണ്ട്. നമ്മള് കാര്യമായിട്ട് വന്ന് ഇവന്റെ കുറെ അവാർഡും കാര്യങ്ങളും ട്രോഫിയും. ട്രോഫിയുടെ ഇല്ല, ട്രോഫി ഏകദേശം ഒരു ചെറിയ ട്രോഫി, ഒരു ട്രോഫിയോടെ ഉണ്ട്. ഇപ്പൊ ഇവിടെയാണ് കട്ടിലിന്റെ ഏതെങ്കിലും ചോട്ടിലേക്കാണ്. ഞാൻ അങ്ങനെ ഡിസ്പ്ലേയിലൊന്നും വെച്ചിട്ടില്ല. അത് നമ്മളാ ഫസ്റ്റ് കാടപ്പാടി കിട്ടിയ ട്രോഫിയോടെ ഉണ്ട്. പിന്നെ ഒരു 3 ട്രോഫികൾ നമ്മളെ ഷോപ്പിലാണ് ഉള്ളത്. നമ്മൾ ഈ കാറ്റി ഫ്രൂട്ട്സ് എന്ന ഷോപ്പിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെയാണ് ട്രോഫി 3 ഉള്ളത്. അവിടെ വെച്ചേക്കാണ്. വലിയ ട്രോഫിയൊക്കെയാണ്. ഒരു ചെറിയൊരു വീഡിയോ നമ്മളിങ്ങനെ ട്രോഫിന്റെ ഒക്കെ കാണിച്ചു. ട്രോഫിനെ കാണിച്ചിട്ടുണ്ട്. എന്റെ ഇതിൽ എന്റെ ഫോണിൽ ചിലപ്പോ വീഡിയോ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതിക്കൊന്ന് വിട്ടിട്ടുണ്ട്. കിട്ടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. പറ്റി എന്റെ ചാനലിൽ വിട്ടിട്ടില്ല. അപ്പൊ നമ്മള് സ്നേഹിതനും നമ്മളെ നാട്ടുകാരനൊക്കെ നമ്മളെ അടുത്ത നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ അതൊന്നും വീടാക്കുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവല്ലോ. നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളും ആൾക്കാരെ അറിയിക്കണം. വീഡിയോ നമ്മൾ ചെയ്യണ്ട, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രൈസ് അടിക്കുന്ന വീഡിയോകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യും. അല്ല ഓരോ ട്രോഫി ഇതാണ് അവിടെ കിട്ടുക അങ്ങനൊന്നും പറഞ്ഞു ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് അതിനൊരു ആഗ്രഹമാണ്. മറ്റേതൊക്കെ ഓക്കെ, ഞാൻ അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ വിട്ടുതരാം. എന്റെ ഫോണിൽ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു ഓനെ കാണലും കുറെ കാലം നമ്മളിങ്ങോട്ട് വരണം എടുത്താണെങ്കിലും നമ്മൾ കാണലുണ്ട്. എന്നാലും വീട്ടിലേക്ക് വരണം, ഇവരൊന്ന് ചെറിയൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയിട്ട് കുറെ കാലം അതിന് എത്തിപ്പെടുന്നില്ല. ഓന്റെ തിരക്കുണ്ട്, നമ്മളെ തിരക്കൊണ്ടല്ല. കുറച്ച് മുന്നാണ് ഒരു കുതിരയും കൂടി ഉണ്ടേന്. ഒന്നായി ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടും, വേറെ കൊടുക്കേണ്ടി വന്നു. നമ്മള് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഇതന്നെ ഇപ്പൊ ഇവന്നെ കുറെ കുതിരങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോ നമ്മള് ചിലപ്പോനൊക്കെ ഇപ്പൊ പോലുണ്ട്. വീഡിയോ ഒക്കെ എടുത്തത് പോയില്ലേ, നമ്മളൊരു പ്രാവശ്യം പോയിക്കണ. എന്നാലും അവള് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ഇവൻ ആദ്യം ഇടുന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ഞങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഓനൊപ്പം നടന്നാണ്ട് നമുക്ക് ഇടാം. അപ്പൊ ഇത്ര തന്നെ ഉള്ളു. വേറെന്തേലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കുതിരന്റെയും ഡോഗിന്റെയും സംഗതികളൊക്കെ നമ്മള് പറയണേ കുറെ ഉണ്ടാവും. അപ്പൊ ഒരു വീഡിയോ നമുക്ക് ഒരു ജീവിന്റെ നമുക്ക് ഒതുക്കാൻ കഴിയില്ല. നമുക്ക് ട്രെയിൻ ചെയ്യിച്ചല്ലേ ഈ കുതിരക്കൊക്കെ അതിന്റെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറയണ്ടത്. ഇപ്പൊ നമ്മൾ ഇത്ര അടുത്ത് ആരെങ്കിലും നിൽക്കുമോ കുതിരന്റെ അടുത്ത്? എനിക്ക് പേടിയാണ്. കുതിരന്റെ അടുത്തേക്കാണോ? പേടിയാണ്. ചില കുതിരന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. തലോണ്ടൊരു കുത്തും. അറിയാത്തൊരു ഇഷ്ടമില്ലാത്തൊരു കാണിക്കും. പിന്നെ മൂന്നാള് നിന്നിട്ട് ഞങ്ങളെ മെയിൻറ്റെയിൻ ഇല്ല. ഓൻ പറയണ കേൾക്ക, ഓൻ ശ്രദ്ധ നമുക്ക് മാത്രല്ല ഞങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചും. ഓൻ പറയല്ലോ. അത് നമ്മൾ ഉണ്ടാവുമ്പോ പറയാതെ അങ്ങനെ ആള് വരും. ആളെ നമ്മൾ പറഞ്ഞനുസരിച്ച് അതിന്റെ കാര്യങ്ങളെ നടക്കുള്ളൂ. ട്രെയിനിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പൊ അതിലൊക്കെ നമുക്ക് 100-ല് 150 മാർക്കനെ കൊടുക്കട്ടോ. നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പൊ
ഇതിനങ്ങൾ കൊണ്ടുപോവാണ് പിന്നെ കൊണ്ടുപോകാൻ നോക്ക്. എന്നാ ശരി ഇപ്പൊ നേരെ ഓക്കേ. വന്നോട്ടെ. അങ്ങനെ കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. ഇതിന് ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അങ്ങനെ കൊടുക്ക ചിലപ്പോ അതുകൊണ്ട് ഇതായാലും പിന്നെ നമുക്കൊക്കെ ആവുമ്പോ നമുക്ക് വാങ്ങാം. വരുന്നത് അത്ര സംഭവമാണ്. ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ. നമുക്കും കാണാം. താല്പര്യമുള്ളത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇൻഷാ അല്ലാ നല്ല വീഡിയോ ഇവിടെ ഉണ്ടാവും. ഇവിടെ വരാം. ഇവിടെ എപ്പോഴും വരാലോ. നമ്മള് കുതിരയും ഡോഗൊക്കെ വീഡിയോ ഉഷാറാവട്ടെ. കുഴപ്പമില്ല പോണ്. അതേമാതിരി ഇങ്ങനത്തെ ഉഷാറാവട്ടെ. ഓക്കെ അടുത്ത വീഡിയോ കാണാം. ശരി ബൈ.